അപ്പോൾ ഈ വണ്ടിയിൽ ഔട്ട് സൈഡിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അല്ലറ ചില പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഫുൾ പെയിൻറ്റിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ നിന്ന് വരുമ്പോൾ അതിൽ ഫുൾ ലിപ്പ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ റബ്ബർ ലിപ്പും ക്രോമും അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനി ടൈപ്പ് 2 സൈഡിൽ വരുന്ന കുഞ്ഞു ബമ്പർ ഫോഗ് ലാമ്പുകൾ DRL ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, DRL ടൈപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്ന ഡൂം ഫോഗ് ലാമ്പുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയ ടൈപ്പ്, അതായത് പാർട്ടി കൊണ്ടുവന്നിട്ടുള്ള ടൈപ്പ് ക്ലാമ്പ് അടിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയാണ് അടിയിലേക്ക് വരുമ്പോൾ ചെയ്തേക്കണത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ സൈഡിൽ ഇതിൻ്റെ റൗണ്ട് ഹെഡ്ലൈറ്റാണ് വരുന്നത്. എന്നാലും അതിൻ്റെ സൈഡിൽ നമ്മൾ ഹെഡ്ലൈറ്റ് കവൾ ആഡ് ചെയ്ത് ഹെഡ്ലൈറ്റ് കവളിൻ്റെ ഇൻസൈഡിൽ ഒരു ക്രോം ബീഡിങ് പോലത്തെ സെറ്റപ്പിൽ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഗ്രില്ല് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രില്ല് അൾട്ടർ ചെയ്ത് മെഷ് ഗ്രില്ലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ ഗ്രില്ലുമ്പോൾ 4 ഗ്രില്ല് ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോണറ്റുമ്പോൾ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണറ്റ് മിറർ പഴയ ഷേപ്പ് ഓൾഡ് ഷേപ്പ് ബോണറ്റ് മിറർ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ വിൻഷീൽഡിൻ്റെ ഡ്രൈവറുടെ സൈഡിലായിട്ട് വിൻഷീൽഡിൻ്റെ അവിടെയായിട്ട് നമ്മൾ ഫയർ ഡിസ്റ്റിങ്വിഷർ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയിൽ ഇൻസൈഡിൽ നമ്മൾ ഫുൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ടോപ്പിലേക്ക് വരുമ്പോൾ പഴയ മോഡൽ ടോപ്പാണെങ്കിലും നമ്മൾ വേറൊരു വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് ഈ വണ്ടിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പുതിയ പ്ലാറ്റ്ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ സീറ്റ് കവർ ലൂസ് കവർ അടിച്ചിട്ടുണ്ട്. അതുപോലെ ഇൻസൈഡിൽ വരുമ്പോൾ കർട്ടനുകൾ പുതിയതായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രിക്കൽ ഭാഗത്തേക്ക് വരുമ്പോൾ എല്ലാ ലൈറ്റുകളും നമ്മൾ പുതിയതായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ ബില്ലറ്റ് ലേസർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയിൽ ബാക്കിൽ പറ്റിയ മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഫുൾ പെയിൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റെപ്പിനി കവർ ഫുള്ളൊക്കെ പെയിൻ്റ് അടിച്ചിട്ട് അതുപോലെ പുതിയ റെക്സിൻ അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ നിന്ന് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലെ വിൻഡോ സ്ക്രീനിൽ കർട്ടൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇൻസൈഡിലാണ് ചെയ്തേക്കണത്. എന്നാലും നമുക്ക് അതിൻ്റെ എഫക്റ്റ് വരുന്നത് ഔട്ട് സൈഡിൽ നോക്കുമ്പോഴാണ് കർട്ടൻ്റെ ഭംഗിയൊക്കെ അറിയുള്ളൂ. പിന്നെ എന്ന് പറയുമ്പോൾ ബമ്പറിൽ അടിയിലായിട്ട് റിവേഴ്സ് ലൈറ്റ് 2 കമ്പനി ടൈപ്പ് ബൾബ് ഇടുന്ന ടൈപ്പ് റിവേഴ്സ് ലൈറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ബാക്കിൽ നിന്ന് വരുമ്പോൾ ചെയ്തേക്കണ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ലൈറ്റുകൾ പുതിയ ബോഡി ലൈറ്റുകൾ മാറ്റിയിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാപ്പ്, അതായത് നമ്മുടെ ബ്ലാക്ക് ഫ്ലാപ്പ് നമ്മൾ തന്നെ അൾട്ടർ ചെയ്തിട്ട് നമ്മുടെ പുതിയ ടൈപ്പ് ഫ്ലാപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 4 സൈഡിലേക്ക് ഔട്ടർ ഫ്ലാപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ നമ്മൾ ഈ ചെയ്തിട്ടുള്ള വർക്കുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. എന്നാലാണ് നമുക്ക് അടുത്തൊരു വണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ പരിഹരിച്ച് കാര്യങ്ങൾ റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ.